Cutie the Hand Wash presents Comedy Masters, co-presented by SLBS Marklands, powered by Amardaveni Lice Kit and co-powered by Rajakumari Group. ലോകമെമ്പാടുമുള്ള അമൃത TV കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രേക്ഷകർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എന്താണ് എലീന പടിക്കൽ മാറിയിട്ട് കുട്ടിയെങ്കിലും സർവോപരി അഖിൽ കവലൂരിലൂടെ ഈ ഞാൻ വിചാരിച്ചു അതെന്താണ് അർഹതയില്ലാത്ത സ്ഥലത്ത്. ഹലോ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ഭയങ്കരമായ റീസൺ ഉണ്ട്. കാരണം ഞങ്ങൾ ഉൾപ്പെടുന്ന സ്റ്റേജ് കലാകാരന്മാർക്ക് അത്രയും ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ് ഇന്ന് നമ്മുടെ നാട്ടുകൂട്ടമായി ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് ഞങ്ങളെപ്പോലുള്ള സ്റ്റേജ് കലാകാരന്മാരുടെ വളർച്ചയ്ക്ക് ഇന്ന് മുതൽക്കൂട്ടായിട്ടുള്ള പ്രൊഫഷണൽ പ്രോഗ്രാം ഏജന്റുമാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. കൈയടി കൊടുക്കാം. ചേച്ചി, ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ. കാര്യം ഞങ്ങൾ ഒരുപാട് സ്റ്റേജില് അനൗൺസ്മെന്റില് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എല്ലാവർക്കും. പക്ഷെ ഇപ്പൊ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം ഞങ്ങൾ ഇപ്പൊ കേരളത്തിലുള്ള പലരും അല്ലെങ്കിൽ ആൾക്കാരെല്ലാം വിചാരിച്ചേക്കുന്നത് ഒരു ഉത്സവപ്പറമ്പില് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് പോയിട്ട് അഖിൽ കവലൂരിന്റെ കോമഡി ഷോ വയ്ക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ മെഗാ ഷോ വയ്ക്കാം എന്ന് ചെറിയൊരു സമൂഹം അല്ലെങ്കിൽ ചെറിയൊരു കൂട്ടം ആൾക്കാരെ വിചാരിക്കുന്നുള്ളൂ. ശ്രീവിദ്യയുടെ ഡാൻസ് വയ്ക്കാം എന്നും ചിലപ്പോൾ. പക്ഷേ സത്യത്തിൽ ഉത്സവ കമ്മിറ്റിക്കാരൊക്കെ ഇവർക്കടുത്തേക്ക് എത്തുന്നത് നമുക്ക് ഏത് പരിപാടി വയ്ക്കാം എന്ന് ചോദിക്കാനാണ്. ഇവരാണ് പറയുന്നത് അഖിൽ കവലൂരിന്റെ പരിപാടി വയ്ക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ പരിപാടി. അതായത് ശ്രീവിദ്യയുടെ പരിപാടി വയ്ക്കണ്ട, കാരണം അത് വട്ടം പൊളിയും, വയ്ക്കണ്ട എന്ന് തിരിച്ചറിഞ്ഞ് നല്ല വഴിയിലേക്ക് ഉത്സവ കമ്മിറ്റിക്കാരെ നയിക്കുന്ന പ്രോഗ്രാം ഏജന്റുമാരാണ്. അല്ല, ശ്രീവിദ്യയുടെ പരിപാടി വെക്കാനിരുന്ന 2 അമ്പലങ്ങളിൽ ആ പൈസ എടുത്ത് അന്നദാനം നടത്താം. പൈസ വാങ്ങിക്കണം, ആൾക്കാർ കഴിച്ചോട്ടെങ്കിലും പോട്ടെ. അപ്പൊ പ്രിയപ്പെട്ട കേരളത്തിലെ പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി ചേട്ടന്മാർക്ക് കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ശരിക്കും ചേട്ടന്മാര് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടെന്നറിയാം. നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നവര് കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് എത്തിയ ചേട്ടന്മാരാന്നറിയാൻ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്, എല്ലാ ജില്ലകളിൽ നിന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും. അതെ, കേരളത്തിൽ മൊത്തം ഉണ്ട്. ഇവരെല്ലാവരുടെ ഇടയിൽ ഒരു ചേച്ചിയുണ്ട്. അതെ, ആ ചേച്ചി എവിടുന്നാ വന്നത്? ഒന്ന് മൈക്ക് എടുക്കും. വൈക്കത്ത് അമ്പലത്തിന് വടക്കുവശത്ത്. ചേച്ചിയുടെ പേരെങ്ങനെയാ? എന്റെ പേര് ഉഷ മുരളീധരൻ. ഞാൻ പ്രോഗ്രാം ബുക്കിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഇപ്പൊ 6 വർഷമായി. ചേച്ചിയുടെ ഒരു കോള് പ്രതീക്ഷിച്ച് എത്ര കലാകാരന്മാരും കലാകാരികളും ഇരിപ്പുണ്ടാവുമല്ലോ. ഉഷ ചേച്ചി വിളിക്കും, മറ്റൊന്ന് പരിപാടി ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതുപോലെ പ്രോഗ്രാമിന് സത്യമായിട്ട് അറിയില്ലായിരുന്നു. ഞാനെങ്ങനെ വിചാരിച്ചോണ്ടിരുന്നതെന്ന് അറിയാവോ? നമ്മളിപ്പം സീരിയലിലും പ്രോഗ്രാമിനൊക്കെ വിളിക്കത്തില്ലേ, പ്രൊഡക്ഷൻ കൺട്രോളിൽ വിളിക്കുന്ന പോലെ ഈ പറഞ്ഞ അമ്പലത്തിൽ ഏതെങ്കിലും ഒരു ഭാരവാഹി നമ്മളെ നേരിട്ട് വിളിക്കുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാം നടത്തുന്ന ഒരാൾ വിളിച്ചിട്ട് ഡേറ്റ് ഉണ്ടോ വെച്ചാൽ അങ്ങനെയാണ് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ഭയങ്കര ഒരു ഇൻഫോർമേഷൻ ആയിരുന്നു ഇത്. സത്യത്തില് കേരളത്തിലുള്ള ഇപ്പോഴത്തെ ഒരു ഒരു ആൾക്കാർക്ക് ഇത് അറിയില്ല. പക്ഷെ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവരെ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇരിക്കുന്ന ചേട്ടന്മാരിൽ എത്ര പേര് ഈ ചേട്ടന്മാരെ നിങ്ങൾക്ക് പരിപാടി പിടിച്ചു തന്നിട്ടുണ്ട്? അതെനിക്കറിയാം. ഇതില് അത്യാവശ്യം കുറെ പേരൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പരിപാടി അദ്ദേഹിക്കുന്നത് ഇരിക്കുന്ന പുലിപ്പാറ ജയകുമാറണ്ണൻ, എന്റെ നാട്ടുകാരനാണ്, നെടുമങ്ങാട്. ഇവര് വല്ല പണിയും പരിപാടി ഒരു അമ്പലത്തില് 10-12 വർഷം കൊണ്ട് ഞാൻ പരിപാടി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കോമഡി ഷോ വേണമെന്ന് പറയുകയും നമ്മൾ അഖിൽ കവലൂരിന്റെ പരിപാടി ഇവിടെ വെക്കുകയും അതിനുശേഷം ഇപ്പൊ 30 വർഷമായി ഒരു കോമഡി പരിപാടി അവിടെ വെക്കുന്നില്ല. അതോടുകൂടി വേറെ കാര്യമുണ്ട്, ഇപ്പൊ കമ്മിറ്റിക്കാരെ വിളിക്കുന്നുണ്ട്. അഖിൽ കവലൂര് സിനിമയിലൊക്കെ വന്നതല്ലേ, ഒന്നും കൂടെ ഞങ്ങൾ അമ്പലത്തിൽ കൊണ്ടുവരാമോ? വീണ്ടും 30 കൊല്ലം അടച്ചിടാ അറിയില്ല, എന്നാലും ഇപ്പൊ അഖിലിനെ ഭയങ്കര ഇഷ്ടമാണ്, അവർ വിളിക്കുന്നത്. ഈ ജയകുമാറിന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഉത്സവ കമ്മിറ്റിയുള്ള 2 പേരും വന്നിട്ട് ജയകുമാറിന്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ നമ്മുടെ അമ്പലത്തിൽ പരിപാടി വേണം, ഈ കൊല്ലത്ത് ഏറ്റവും നല്ല ചിരിയുള്ള കോമഡി ഷോ ആരുടെയാണ്? പുള്ളി ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്, അത് ഇക്കൊല്ലത്തെ ഏറ്റവും നല്ല കോമഡി ഷോ അഖിൽ കവലൂരിന്റെ മിമിക്സ് സൂപ്പറാണ്. ആണാ, നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരു കാര്യം, നിങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് വേണമെങ്കിൽ കണ്ടു നോക്ക്, കണ്ടിട്ട് ബുക്ക് ചെയ്താൽ മതി. അപ്പൊ പറഞ്ഞു, ഇന്ന് പരിപാടി ഉണ്ടോ? ഇന്ന് അവൻ ആറ്റിങ്ങിൽ ഇവിടെ പരിപാടി ഉണ്ട്, പോയാലാ? അങ്ങനെ പുള്ളിയെ വിളിച്ച് ഇവർ 2 ആറ്റിങ്ങിൽ പോയി. ആറ്റിങ്ങിൽ പോയി ചെന്നു, കവലൂരിന്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഇവന്മാര് പരിപാടി തുടക്കം മുതൽ അവസാനം വരെ ചിരി എന്ന് പറഞ്ഞ. അപ്പൊ ജയകുമാറിന്റെ അവർക്ക് പരിപാടി ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ എഗ്രിമെന്റ് എഴുതണം, അഡ്വാൻസ് മേടിക്കണം, കവലൂരിന്റെ അടുത്ത് പറയണം ഇന്ന ഡേറ്റിന് ഇവിടെയാണ് പരിപാടി. പരിപാടി മൊത്തവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നേരെ ജയകുമാറണ്ണം പോയിട്ട്,
എങ്ങനെയുണ്ട് പരിപാടി? സൂപ്പർ പരിപാടിയാണ് സത്യം. നിങ്ങൾ പറഞ്ഞപ്പോ ഇത്രയും ചിരിയുള്ള പരിപാടി എന്ന് വിചാരിച്ചില്ല. ഗംഭീര പരിപാടി. അപ്പൊ ബുക്ക് ചെയ്താലാ? വേണ്ടെന്നാ, നമുക്ക് വേറെ പരിപാടി മതി. അതെന്ത്? ഇത് നമ്മൾ കണ്ടല്ലെന്ന്. ഇയാളെ ചെലവില് അവരെ വിളിച്ചോണ്ടൊന്ന് പരിപാടിയും കാണിച്ചിട്ട് തിരിച്ചോണ്ടാക്കിയ അങ്ങനെയുള്ള ഓരോരോ അബദ്ധങ്ങൾ ഇടയിലുണ്ട്. അപ്പൊ നമ്മളെ പരിപാടി 9:30 ബെല്ല് കൊടുക്കണം. പരിപാടി അപ്പൊ ഫസ്റ്റ് പരിപാടി ആരുടെ? അല്ലല്ല, തുടങ്ങുന്നതിന് മുമ്പേ ഇപ്പൊ ആങ്കർമാരെല്ലാം മാറിയോണ്ട് നമ്മുടെ ഫോർമാറ്റും മാറുമല്ലോ. അഖിൽ കവിലൂരിന് പകരം ഞാൻ. ഹൂ ഇൻവെന്റഡ് തിയേറ്റർ? ഗ്രീക്സ്. വെരി ഗുഡ്. ഇലയൊക്കെ കുത്തി അങ്ങനത്തെ ഗ്രീസ് ആണ് ആദ്യമായിട്ട് തിയേറ്റർ പ്രോഗ്രാം ഏഥൻസിൽ തുടങ്ങിയത്. ചേച്ചി എടുത്ത് എന്റെ റൂമിൽ കയറി എന്റെ ബുക്ക് എടുക്കാൻ പറഞ്ഞു.